പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിന് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനത്തിന്റെ മാധുര്യം എന്ന് പറയുന്നത് നാം അതിനെ വ്യക്തിപരമായി കാണുമ്പോഴാണ് അത് ഏറ്റവും ശ്രേഷ്ഠമായി തീരുന്നത്. നമ്മൾ ദൈവവചനത്തെ എത്രത്തോളം മതഗ്രന്ഥമായി കാണും, ഇത് വായിച്ചിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വഴികളാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാനിടയിൽ ചെയ്യേണ്ടത്, ഈ ഒരു ബോധ്യത്തിലാണ് നാം കാര്യങ്ങളെ ചെയ്യുന്നതെങ്കിൽ ദൈവവചനം നമുക്കൊരു മതഗ്രന്ഥമാണ്. അത് ചില കാര്യങ്ങൾ അനുഷ്ഠിക്കാനായിട്ടും ചിലതിനൊക്കെ പ്രാപിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്താനൊക്കെ നമുക്കറിയാം. ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളോട് ഒരുവൻ കടം ചോദിച്ചാൽ അവന് വായ്പ ചോദിച്ചാൽ അവന് കൊടുക്കണം, ഒരു കർണത്തടിക്കുമ്പോൾ മറുകർണവും കാണിച്ചു കൊടുക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അതോട് ചേർന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ കൈ പാപം ചെയ്താൽ കൈ വെട്ടിക്കളയുക, കാല് പാപം ചെയ്താൽ കാല് വെട്ടിക്കളയുക, കണ്ണ് പാപം ചെയ്താൽ കണ്ണ് ചൂടുന്നെടുത്ത് കളയുക. അപ്പൊ ഇത് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിന്റെ കാര്യങ്ങളെ ക്രമീകരിക്കേണ്ടത് എന്ന് പഠിക്കാനും മനസ്സിലാക്കുവാനായിട്ട് മാത്രമാണ് ഇഫ് യു choose the word of God to practice something as a Christian, ഒരു ക്രിസ്ത്യൻ ആയിട്ട് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങളിത് പഠിക്കുന്നുവെങ്കിൽ this is just a religious book. ഇതൊരു മതപരമായ ഗ്രന്ഥമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് ഈ വചനത്തിന് ഓരോ വാക്യവും നമ്മുടെ ജീവിതത്തിൽ ചില ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടിരിക്കും. ഇത് ചെയ്യണം, അത് ചെയ്യണം. അപ്പോ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്, ഉപവസിക്കുന്നത് എങ്ങനെയാണ്, കൊടുക്കുന്നത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളെ കുറിച്ചല്ല നമുക്കറിയാം. നമുക്ക് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലും ഒക്കെ കർത്താവ് ഇതിനെ കുറിച്ച് നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് നിങ്ങൾ ഈ വചനം വായിച്ച് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ സെറ്റ് ചെയ്യാം, ക്രമീകരിക്കാം, ബെസ്റ്റ് ആകാം, ബ്ലെസ്ഡ് ആകാം എന്നൊക്കെ മനസ്സിലാക്കുവാനൊക്കെ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ റിലീജിയസ് ബുക്ക്. എല്ലാ ബുക്ക് പോലും ഒരു മതഗ്രന്ഥം. പക്ഷെ ഈ വചനം വായിച്ചിട്ട് നിങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കി അപ്പോഴാണ് ഈ ബൈബിൾ, ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും വചനം വായിക്കുന്നത് ഇതിനകത്തൊന്ന് പഠിച്ച് നമ്മൾ എന്തായി തീരണം അത് മനസ്സിലാക്കാനായിട്ട് അല്ല. ഇറ്റ്സ് നോട്ട് ഫോർ ദാറ്റ്. ഇത് നിങ്ങളിത് പഠിച്ച് നിങ്ങൾ ആരായി തീരും. ഇത് നിങ്ങൾ വായിച്ച് നിങ്ങളുടെ ഉള്ളിലൊരു ബോധ്യം ഉണ്ടാകണം, നിങ്ങൾ ആരാണെന്നാണ് ഈ വചനം പറയുന്നത്. നമ്മൾ പലപ്പോഴും ഇത് വായിച്ചിട്ട് എന്തൊക്കെയോ ആയിത്തീരാനായിട്ട് ശ്രമിക്കുക. അല്ല, എന്താണെന്ന് മനസ്സിലാക്കണം വചനത്തിൽ. അവിടെയാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുന്നത്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റം ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ വചനത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതി, വചനത്തെ സമീപിക്കുന്ന രീതി നമുക്ക് മാറേണ്ടിയിരിക്കും. എങ്ങനെയാണ്, എന്താകാനാണ്, എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, ഈ പഠനത്തിൽ നിന്ന് നിങ്ങൾ ഇതിലൂടെ നിങ്ങളെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ, നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാനായിട്ട് വചനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിച്ചാൽ ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കും. ഇത് മാറ്റിമറിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോ നാളും when you approach the word, നിങ്ങൾ വചനത്തെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു ബോധ്യം ഉണ്ടാകട്ടെ, I am special for the Lord. ക്രിസ്തുവിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ മന്ദിരമാണ് ഞാൻ, ദൈവത്തിന് വിശേഷതയേറിയവനാണ് ഞാൻ. ആ പുത്രത്വത്തിന്റെ ആത്മാവ് എൻ്റെ അകത്തിരിപ്പുണ്ട്. അതുകൊണ്ട് അവൻ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാനും പുത്രനാണ്, ദൈവ മകനാണെന്നുള്ള ബോധ്യം. അപ്പോഴേ ആ ബോധ്യം നമ്മുടെ അകത്ത് വരുമ്പോഴാണ്, ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കും. എന്താണ് ബ്ലെസ്സിങ്? നമുക്കറിയാം. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ തന്നെ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞ് ആരംഭിക്കുന്നു. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേൽ വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. അപ്പോ
അവരെ അനുഗ്രഹിച്ചു. 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. എന്നാൽ 5-ാം അധ്യായത്തിൽ നമ്മൾ വീണ്ടും കാണുന്നു 2-ാം വാക്യം. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം ആദമിനെ ഹവ്വയെയും സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിച്ചു. ബ്ലെസ് ദം, അവരെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം ഇവിടെ കർത്താവ് എന്താ പറയുന്നത്? അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയെ വാഴുക, നിറയ്ക്കുക, പെരുകുക എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ അനുഗ്രഹം കൊണ്ട് കർത്താവിടെ ഉദ്ദേശിച്ചത്? അനുഗ്രഹിക്കുക എന്നതുകൊണ്ട് അവിടെ കർത്താവ് ആഗ്രഹിച്ച കാര്യം എന്ന് പറയുന്നത്, ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം അവരിൽ എന്താണോ മറച്ചു വെച്ചിരിക്കുന്നത്, അതിനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവരുടെ മേൽ താൻ പകർന്ന വേർഡ്, അവരുടെ മേൽ പകർന്ന ശക്തി, അതിനെയാണ് അനുഗ്രഹം എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അവരില് വാഴുവീൻ, നിറയുവീൻ, അടക്കുവീൻ എന്നൊക്കെ പറഞ്ഞപ്പോ അതിന് അവര് പ്രത്യേകിച്ച് ഇനി അതിനൊരു പ്രാക്ടീസിന്റെ ആവശ്യമില്ല. ഓൾറെഡി ഈ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ചെയ്യുവാനും അതിനെ നിവർത്തിപ്പാനുമുള്ള പ്രാപ്തിയും കഴിവും അവരിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഉള്ളത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. എന്തു പറഞ്ഞു? നിങ്ങൾ വാഴുവീൻ, നിറയുവീൻ, അടക്കി, അതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് കർത്താവ്. അപ്പൊ അത് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവ് അതിനെ എംഫസിസ് ചെയ്യായിരുന്നു, അതിനെ അവരുടെ മേലേക്ക് ഇമ്പാർട്ട് ചെയ്യായിരുന്നു. അത് നിങ്ങളിൽ സംഭവിക്കട്ടെ. അപ്പൊ അനുഗ്രഹിക്കുക. നമുക്ക് എന്ത് സാധ്യമാണ്, എന്ത് പവർ നമ്മൾ അതിനെ എംപവർ ചെയ്യുകയാണ് അനുഗ്രഹത്തിലൂടെ. നമുക്കറിയാം, ദൈവം ആദാമിനെ അനുഗ്രഹിച്ചു. പിന്നത്തതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇതിന്റെ 9-ാമത്തെ അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിന് തന്നെ 9-ാം അധ്യായത്തില് അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. 1-ാം വാക്യം. ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് കർത്താവരോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ നിന്നെ നിങ്ങളെ അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്ത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരെ പെരുകി ഭൂമിയിൽ നിറവി. അപ്പൊ അവിടെ ദൈവം നോഹയെ അനുഗ്രഹിച്ചു, ആദാമിനെ അനുഗ്രഹിച്ചു, നോഹയെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിലും 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലും 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലും ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന വാക്ക് നമ്മൾ കാണുന്നു. ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് ഈ 3 സ്ഥലങ്ങളിൽ കാണുമ്പോൾ പിന്നത്തേത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം 12-ാമത്തെ അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തില് ദൈവം പറയുന്ന ഒരു കാര്യം ഇതാണ്. അതിന്റെ 2-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഇവിടെ കർത്താവ് പറഞ്ഞത് ഫ്യൂച്ചർ ടെൻസിലാണ്. ആദമിനോടും നോഹയോടും പറഞ്ഞത് അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിലും 5-ാം അധ്യായം 2-ാം വാക്യത്തിലും 9-ാം അധ്യായം 1-ാം വാക്യത്തിലും അനുഗ്രഹിച്ചു എന്നാണ് കാണുന്നത്. എന്നാൽ ഈ 12-ാം അധ്യായത്തിന്റെ 2-3 വാക്യത്തിൽ കാണുന്നത് എങ്ങനെയാണ്? ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ വലിയ ജാതിയാക്കും. ഫ്യൂച്ചർ ടെൻസില, ഭാവി കാലത്തോട് ചേർന്നാണ് പറയുന്നത്. അനുഗ്രഹിച്ച് നിന്നെ വലിയ ജാതിയാക്കും, നീ ഒരു അനുഗ്രഹം ആയിരിക്കും. അപ്പൊ അവിടെ അത് വർത്തമാന കാലത്തോട് ചേർന്നല്ല, ഭാവി കാലത്തോട് ചേർന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് വ്യത്യാസം? അവിടെ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? അവിടെ നാം തിരിച്ചറിയേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ഹല്ലേലൂയ കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ വലിയ ജാതിയാക്കും. I will bless you and I will make you a great nation. I will. കർത്താവ് പറഞ്ഞു ഞാൻ ചെയ്യും. ഭാവി കാലത്തോട് ചേർന്ന് പറയാണ്.
അബ്രഹാമിന്റെ കാര്യത്തിൽ മാത്രം ആദാമിനെ ദൈവം അനുഗ്രഹിച്ചു, നോഹയെയും കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്നാൽ നമുക്കറിയാം അവിടെ 14-ാമത്തെ അധ്യായത്തില് 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നത്, മൽക്കീസദേക്ക് അവനെ അനുഗ്രഹിച്ചു, അബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്നാണ് കാണുന്നത്. ദൈവത്തിന്റെ പുരോഹിതനായി കാണപ്പെടുന്ന ആദ്യത്തെ പുരോഹിതൻ എന്ന നിലയിൽ കാണപ്പെടുന്ന മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്നാണ് കാണുന്നത്. പക്ഷെ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്നല്ല പറയുന്നത്, അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ അനുഗ്രഹിക്കും എന്ന് പറയുന്നതിന്റെ കണ്ടന്റ്, അതിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ വ്യക്തമായിട്ട് പറയുകയാണ്, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പൊ അബ്രഹാമിനെ അനുഗ്രഹിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോ അബ്രഹാമിന് അനുഗ്രഹം, അതായത് ആദാമിന് അനുഗ്രഹം ലഭിച്ചു, നോഹയ്ക്കും അനുഗ്രഹം ലഭിച്ചു, ദൈവത്തിന്റെ അനുഗ്രഹം ലഭിച്ചു. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അനുഗ്രഹം ലഭിച്ചവനായ ആദാം, അനുഗ്രഹം ലഭിച്ചവനായ നോഹ, അവരുടെയൊക്കെ ജീവിതത്തിൽ പിന്നത്തതിൽ അതിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞതായിട്ട് കാണാൻ കഴിയും. എന്നാൽ അബ്രഹാമിന് ലഭിച്ചത് അനുഗ്രഹമാണോ അല്ല മറ്റെന്തെങ്കിലുമാണോ എന്ന് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നു. ഞാൻ ആ വാക്യത്തെ ഒന്ന് വായിക്കാം. ഗലാത്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം, അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്. ആമേൻ. അതായത് അവിടെ പറയുന്ന ഒരു വാക്യം ഇതാണ്, അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കുമെന്ന് അനേകരെ കുറിച്ചല്ല, ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. ഗലാത്യ ലേഖനം 3:16 സന്തതികൾ എന്ന് അനേകരെ കുറിച്ചല്ല, ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. അപ്പൊ അബ്രഹാമിന് ലഭിച്ചത് അനുഗ്രഹമല്ല, അബ്രഹാമിന് ലഭിച്ചത് വാഗ്ദത്തം. ഇപ്പൊ വാഗ്ദത്തം അബ്രഹാമിന് ലഭിച്ചത് എന്താണ്? വാഗ്ദത്തം. ഇപ്പൊ വാഗ്ദത്ത സന്തതി നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ ഇസഹാക്കിനെയാണ് വാഗ്ദത്ത സന്തതിയായിട്ട് മനസ്സിലാക്കുന്നത്. യെസ്, പക്ഷേ ദൈവം അബ്രഹാമിന് കൊടുത്ത റിയൽ പ്രോമിസ് ചൈൽഡ് ആരാണ് എന്ന് ഗലാത്യ ലേഖനം 3:19 പറയുന്നുണ്ട്. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാണ്. അപ്പോഴ് ക്രിസ്തുവിനെയാണ് വാഗ്ദത്ത സന്തതി എന്ന് ഇവിടെ പറയുന്നത്. അപ്പോ ഈ ന്യായപ്രമാണം നൽകിയത് വാഗ്ദത്ത സന്തതി വരുവോളം, ദാറ്റ് മീൻസ് ക്രൈസ്റ്റ് വരുവോളം, ക്രിസ്തു വരുവോളം, ക്രിസ്തുവിനോളം. അപ്പൊ വാഗ്ദത്ത സന്തതി ആരാണ്? അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കുമെന്ന് അനേകരെ കുറിച്ചല്ല, ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ, അത് ക്രിസ്തു തന്നെ. അപ്പോഴ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ വലിയ ജാതിയാക്കും, നിന്റെ പേര് വലുതാക്കും. അത് ഫ്യൂച്ചർ ടെൻസിൽ പറയുമ്പോൾ അവിടെ ലഭിച്ചത് എന്താണ്? വാഗ്ദത്തം. അപ്പൊ സന്തതി ലഭിച്ചത് ആർക്കാണ്? അബ്രഹാമിനാണോ? അല്ല. വാഗ്ദത്തം ലഭിച്ചത് അബ്രഹാമിനും അവന്റെ സന്തതിക്കും. ഹല്ലേലൂയ. ആരാണ് സന്തതി? ക്രിസ്തു. ഇവിടെ ഗലാത്യ ലേഖനം 3:14 കാണുന്നു, ക്രിസ്തു, ക്രൈസ്റ്റ്. അപ്പൊ ക്രിസ്തുവിലാണ് എന്ത് സംഭവിച്ചത്? അബ്രഹാമിന്റെ അനുഗ്രഹം പൂർത്തിയാക്കപ്പെട്ടത് ക്രിസ്തുവിലാണ്. അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ആദമിനും നോഹയ്ക്കും അനുഗ്രഹം ലഭിച്ചു. പക്ഷെ അതിനെ നിലനിർത്താനോ അതിൽ വർദ്ധിക്കാനോ
അതിൽ വളരാനോ ഉള്ള പ്രാഗൽഭ്യം, അതിനുള്ള കഴിവ്, അതിനുള്ള പ്രാപ്തി അവർക്കില്ലാതെ പോയി. പക്ഷേ അബ്രഹാമിന് ലഭിച്ചത് വാഗ്ദത്തം, അതായത് അനുഗ്രഹിക്കുമെന്ന വാഗ്ദത്തം, വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദത്തം. അപ്പോൾ അവനൊരു ഗുണമുണ്ടായി, അതിൽ നിലനിൽക്കുവാനുള്ള വാക്ക് അവന് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ എന്റെയും പ്രത്യേകത എന്തെന്നറിയോ? നാം അനുഗ്രഹം അനുഭവിക്കുന്നവർ മാത്രമല്ല, അനുഗ്രഹം ലഭിച്ചവർ മാത്രമല്ല, അനുഗ്രഹത്തിൽ നിലനിർത്തുവാനും അനുഗ്രഹത്തിൽ നാം ഫലം കായ്ക്കുവാനും നമ്മെ സഹായിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളുടെയും എന്റെയും അകത്തിരിപ്പുണ്ട്. അതാണ് ഏറ്റവും വലിയ ഗുഡ് ന്യൂസ് ആൻഡ് ഗ്രേറ്റ് ന്യൂസ് ആൻഡ് ബ്ലെസ്സഡ് ആമേൻ സിറ്റുവേഷൻ ഇൻ അവർ ലൈഫ്. അതാണ് നമ്മളെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാക്കി തീർക്കുന്നത്. എന്താണ്? അനുഗ്രഹം നിങ്ങളിലും എന്നിലും ഉണ്ട്, ക്രിസ്തു മുഖാന്തരം. പ്രൈസ് ഗാഡ്. ക്രിസ്തു മുഖാന്തരം നിങ്ങളിലും എന്നിലും ഈ അനുഗ്രഹം മറഞ്ഞിരിപ്പുണ്ട്. നിങ്ങളിലും എന്നിലും ഈ അനുഗ്രഹമുണ്ട്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ ഈ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, വാഗ്ദത്ത സന്തതി, വാഗ്ദത്തം ലഭിച്ചു ക്രിസ്തുവിന്. ഇപ്പൊ വാഗ്ദത്തം, ക്രിസ്തുവിന് വാഗ്ദത്തം ലഭിച്ചു. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പൊ സന്തതിക്ക് ലഭിച്ച ഏറ്റവും വലിയ വാഗ്ദത്വം എന്താ? പരിശുദ്ധാത്മാവ്. അനുഗ്രഹം എന്താ? പരിശുദ്ധാത്മാവ്. അപ്പൊ ഈ അനുഗ്രഹത്തിൽ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് വാഗ്ദത്വം ലഭിച്ചത് ആർക്കാണ്? അബ്രഹാമിന്റെ സന്തതിക്ക്. ആർക്ക്? വാഗ്ദത്ത സന്തതിക്ക്. അപ്പൊ പരിശുദ്ധാത്മാവ് വാഗ്ദത്തത്തിന്റെ വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 1:35 വാക്യത്തിൽ കാണുന്നത്. മറിയയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഉൽപാദിതമാകുന്ന വിശുദ്ധ പ്രജ. അപ്പോൾ ഉൽപാദിതമാകുന്ന വിശുദ്ധ പ്രജ. അപ്പൊ അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പൊ വാഗ്ദത്തം എന്താണ്? പരിശുദ്ധാത്മാവ്. ആത്മാവിനാൽ ഉൽപാദിതമായ പ്രജ. യേശു ആത്മാവിൽ നിറഞ്ഞു, ആത്മാവിൽ ഒന്ന് വസിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1:32-33 വാക്യങ്ങൾ നമ്മൾ കാണുന്നു. ആത്മാവ് യേശുവിന് മേൽ വന്ന് വസിച്ചു. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 4:1 കാണുന്നു, യേശു ആത്മാവ് നിറഞ്ഞവനായി. എവിടുന്ന്? യോർദാനിൽ സ്നാനമേറ്റപ്പോൾ ആത്മാവ് പ്രാവുന്ന പോലെ അവന്റെ മേൽ വന്ന് വസിച്ചു. ആത്മാവ് നിറഞ്ഞവനായി. ലൂക്കോസ് 4:1. എന്നാൽ 4-ാം അധ്യായത്തിന് 14-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് പുറപ്പെട്ടു. ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 10:38 കാണുന്നു, പിതാവായ ദൈവം നസറനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്ത് അവൻ അവനോട് കൂടിരുന്നതിനാൽ അവൻ തന്നോട് കൂടിയിരുന്നു. യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ, യേശുക്രിസ്തു നന്മ ചെയ്തവരായ ഭൂതം ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയതും കൊണ്ട് അവൻ അങ്ങനെ നടന്നു എന്നാണ് വചനത്തിൽ കാണുന്നത്. അതിന് കാരണം പറയുന്നത് അവൻ ആത്മാവ് നിറഞ്ഞവനായിരുന്നു. ആത്മാവിന്റെ ശക്തിയോടെ സഞ്ചരിച്ചവനാണ്. എന്നാൽ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, നിത്യാത്മാവിനെ തന്നെ നിഷ്കളങ്കനായി അർപ്പിച്ചവൻ. അപ്പൊ അവിടെ യേശുവിന്റെ ക്രൂശ് മരണത്തിന് യേശുവിനെ സഹായിച്ചത് പരിശുദ്ധാത്മാവാണ്. എന്നാൽ റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിൽ നിങ്ങളുടെ മർത്ത ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പൊ അവിടെ വ്യക്തമായി പറയുന്നത് ക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ്. അപ്പൊ യേശുവിനെ മരണത്തിന്, അതായത് യാഗമായി തീരാൻ പ്രോത്സാഹിപ്പിച്ചതും പരിശുദ്ധാത്മാവാണ്, ഉയർപ്പിച്ചതും പരിശുദ്ധാത്മാവാണ്. പിന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്, പത്രോസിന്റെ ലേഖനത്തിൽ കാണുന്ന അവൻ ആത്മാവിനാൽ ചെന്ന്, നോഹയുടെ കാലം മുതൽ വചനം കേട്ടിട്ട് അനുസരിക്കാതിരുന്ന ആത്മാക്കളോട് സുവിശേഷം പറഞ്ഞു, ആത്മാവിൽ ചെന്നു. അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുവിൽ ആ വാഗ്ദത്തമാകുന്ന ഹോളി സ്പിരിറ്റിന്റെ പ്രവർത്തനമാണ് കാണുന്നത്. അപ്പൊ അനുഗ്രഹം, അബ്രഹാമിനുണ്ടായ അനുഗ്രഹം എന്താണ്? വാഗ്ദത്തം ലഭിച്ചു. ആ അബ്രഹാമിന്റെ അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ്. അതായത് ആദാമിന്
അനുഗ്രഹം ലഭിച്ചു, നോഹയ്ക്കും അനുഗ്രഹം ലഭിച്ചു. പക്ഷെ അതിനെ നിലനിർത്തേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ അബ്രഹാമിന് ആമേൻ ഹല്ലേലൂയ ആമേൻ വാഗ്ദത്തം ലഭിച്ചു. അത് നിങ്ങൾക്കും എനിക്കും ലഭിച്ച ഏറ്റവും വലിയ സമ്പത്താണ്, ഏറ്റവും വലിയ അസറ്റാണ്. ദാറ്റ് പ്രോമിസ്, ദാറ്റ്സ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് സകല സത്യത്തിലും വഴി നടത്തുന്ന ആത്മാവ്. അതെ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. യേശുവാണ് സത്യം, പിതാവാണ് സത്യം, അല്ലെ? യോഹന്നാന്റെ സുവിശേഷം 17 നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷത്തില് നമുക്ക് അതിന്റെ 14-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. എന്നാൽ 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞു, ഏക സത്യ ദൈവമായി നിന്നെയും നീ അയച്ച പുത്രനെയും അറിയുന്നതിനെ നിത്യജീവൻ. അപ്പോ സത്യം ആരാണ്? പിതാവായ ദൈവം, യേശു സത്യം. അപ്പോൾ സത്യമാകുന്ന പിതാവ്, സത്യമാകുന്ന പുത്രൻ, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ സത്യത്തിൽ വഴി നടത്തും. അതായത് പിതാവിൽ വസിച്ച ആത്മാവ്, പുത്രനിൽ വസിച്ച ആത്മാവ്, ആ ആത്മാവിനെ നമുക്ക് നൽകിയതാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അതായത് യഹോവ എന്റെ ഇടയനാകുന്നു, അതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞു തുടങ്ങിയിട്ട് അവസാനത്തിൽ ഇങ്ങനെ പറയുന്നത്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും, കാരണം ഗോഡ് ഈസ് മൈ ഷെപ്പേർഡ്. അപ്പൊ ഇന്ന് ദൈവം എന്റെ ഇടയനല്ല, ദൈവം എന്റെ ഇടയനായിരിക്കുകയല്ല, ദൈവം എന്റെ ജീവനാണ്. ഗോഡ് ഈസ് മൈ ലൈഫ്. ഇടയനില്ലാതെ എനിക്ക് ജീവിക്കാം, പക്ഷെ ജീവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇടയനില്ലാതെ എനിക്ക് നടക്കാം, പക്ഷെ ജീവനില്ലാതെ എനിക്ക് നടക്കാൻ സാധ്യമല്ല. ഇടയനില്ലാതെ എനിക്ക് പച്ചപ്പുല്ലുകളിൽ ഭക്ഷിക്കാം, വെള്ളത്തിനരികിൽ എനിക്ക് എത്താം, പക്ഷെ ജീവനില്ലാതെ എനിക്ക് സാധ്യമല്ല. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം എന്റെ ഇടയൻ എന്നതിനുപരിയായി അവൻ എന്റെ ജീവനാണ്. അതുകൊണ്ട് ആ ജീവൻ എന്നെ എങ്ങോട്ട് നയിക്കുന്നു, അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ എന്നെ സകല സത്യത്തിലും വഴി നടത്തും. ആമേൻ. പ്രൈസ് ഗോഡ്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ എന്നിൽ വസിച്ചിട്ട് പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, അബ്രഹാമിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം അവന് ലഭിച്ച വാഗ്ദത്തം. അവന് ലഭിച്ച വാഗ്ദത്തം എന്താണെന്നറിയോ? ക്രിസ്തുവാകുന്ന സന്തതി. എന്നാൽ ആ വാഗ്ദത്തത്തിന്റെ പൂർണ്ണത എവിടെയാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ടവർ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. നമ്മുടെ സമ്പത്തോ, നമ്മൾ കാണുന്ന ഈ ഭൗതികമായി നമ്മൾ കാണുന്ന എന്തെങ്കിലും ചില കാര്യങ്ങൾ, നത്തിങ്. എന്താണെന്നറിയോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമുക്ക് കുറച്ച് അനുഗ്രഹങ്ങളെ ദൈവം തന്നു. നമ്മളിപ്പോഴും ഭക്തന്മാരായിട്ട്, ദൈവമായിട്ട് നമ്മൾ ഭക്തന്മാരായിട്ട് നിൽക്കുക. മതത്തിന്റെ വഴിപാടുകൾ നിർവഹിക്കുന്ന, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്ന ആളുകൾ. അതുകൊണ്ട് നമ്മളോട് ദയ തോന്നി കർത്താവ് നമുക്കുള്ള സമ്പത്ത്, നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം തരുന്നു. ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ദാറ്റ്സ് ഗുഡ്. പക്ഷേ ഈ ആത്മാവിനെ നമുക്ക് കിട്ടിയത് എന്താ? ഗലാത്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തില്, ഈ 3-ാം അധ്യായത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 4-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, 6-ാം വാക്യം, നിങ്ങൾ മക്കളാകൊണ്ട് ആമേൻ അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. 5-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ എന്ത് ചെയ്തു? അവൻ ന്യായപ്രമാണത്തിന്റെ കീഴിൽ വരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കണം, നാം മക്കളായി തീർന്നു. ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ചില വാക്കുകൾ പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുക എന്ന് പറഞ്ഞതല്ല നിങ്ങളുടെ എന്റെ അനുഗ്രഹം. നിങ്ങൾക്കും എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്താണെന്നറിയോ? ഈ ആത്മാവിനാൽ നമ്മൾ മക്കളായിട്ട് മാറി. ദ റിയൽ പ്രോമിസ് എന്ന് പറയുന്നത് പുത്രത്വമാണ്. റിയൽ പ്രോമിസ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. ആ പ്രോമിസ്, ആ വാഗ്ദത്തം പ്രാപിച്ച നാം, മക്കളായി തീർന്ന നാം സകലത്തിനും അവകാശികളാണ്. ആമേൻ. ഹല്ലേലൂയ. വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ ഹല്ലേലൂയ മക്കൾ അവകാശിയെങ്കിലും, ഹല്ലേലൂയ
അവകാശി, സർവത്തിനും യജമാനാണ്. മക്കൾ അവകാശികൾ. നീ പുത്രനെങ്കിൽ അവകാശികളാണ്. അതാണ് ഞാൻ അതിന്റെ ഗലാത്യ ലേഖനം 4:7 അങ്ങനെ നീ ദാസനല്ല പുത്രൻ എത്ര, പുത്രനെങ്കിലോ ദൈവഗതത്താൽ അവകാശി. ദൈവഗതത്താൽ അവകാശി. ഇത് 4:7 എന്നാൽ 4:1 പറയുന്നത് അവകാശി സർവത്തിനും യജമാനൻ. അപ്പൊ നമ്മൾ ആരാ? അവകാശികളാണ്. എങ്ങനെ? ആത്മാവിനാൽ. ആത്മാവിൽ അവകാശികളായി നമ്മൾ സർവത്തിലും യജമാനന്മാരാണ്. പ്രൈസ് ഗാഡ്. സർവത്തിലും യജമാനന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് സമ്പത്തോ വീടുകളോ ആരോഗ്യമോ ശരീരബലമോ ഈ ഭൂമിയിൽ ദീർഘായുസോ ഇതൊന്നുമല്ല. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം പിതാവിന്റെ അതേ ആത്മാവ്, പുത്രന്റെ അതേ ആത്മാവ് നിങ്ങളിലും എന്നിലും വസിക്കുന്നില്ലേ? അതിലും വലിയ അനുഗ്രഹം എന്താ പ്രിയപ്പെട്ടത്? അതിലൂടെ നമ്മൾ മക്കളായി തീർന്നില്ലേ? ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. അതൊരു വലിയ അനുഗ്രഹമാണ്. ദാറ്റ് ഈസ് ഗ്രേറ്റ് ബ്ലെസ്സിങ്. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ തന്നെ തിരിച്ചറിയാം. വീണ്ടും പറയാം, ഈ ബൈബിൾ ആചാര അനുഷ്ഠാനങ്ങളെ തിരിച്ചറിയാനുള്ള പുസ്തകമല്ല, നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാനുള്ള പുസ്തകമാണ്. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ ആരാണെന്ന് ഈ വചനത്തിലൂടെ തിരിച്ചറിയുന്നത്, അവിടെ നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും മാറ്റം ഉണ്ടാകും. മുഴുവൻ മേഖലകളിലും മാറ്റം ഉണ്ടാകും. പ്രൈസ് ഗോഡ്. ഈ ദിവസങ്ങളിൽ സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ഭക്തിയോടെ, ശക്തിയോടെ, കൃപയോടെ, ആത്മാവിന് നിറവോടെ നിൽപ്പാൻ സഹായിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെല്ലാം പിശാച് നിങ്ങളുടെ നന്മകളെ, നിങ്ങളുടെ അനുഗ്രഹത്തെ തടയുന്നത് പോലെ ചുറ്റുപാടുകൾ പ്രതിസന്ധികളെ കൊണ്ട് നിറച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയട്ടെ, നിങ്ങൾ മക്കളാണ്, അവകാശികളാണ്. നിങ്ങൾക്ക് വിരോധമായി ഒരു തിന്മയും ഒരു ദോഷവും ഒരു അനർത്ഥവും ഭവിക്കത്തില്ല. പുത്രത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ആമേൻ. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ആ ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം അത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവാണ്. അത് ആ പുത്രത്വമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ കർത്താവെ കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് കുതിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശാപങ്ങൾ മാറിപ്പോകട്ടെ. എല്ലാ ശാപങ്ങളും, അറിവില്ലായ്മ കൊണ്ട് വന്ന സകല ശാപങ്ങളും ജീവിതത്തിൽ വിട്ടുമാറട്ടെ. അനുഗ്രഹം നിറഞ്ഞു കവിയട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ. ആമേൻ. അസാധാരണമായ ദൈവപ്രവൃത്തി ഓരോരുത്തരിലും സംഭവിക്കട്ടെ കർത്താവ്. ഓരോരുത്തരെയും കുടുംബങ്ങളായി, വ്യക്തികളായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇത്രത്തോളം നടത്തിയതിനായിട്ട് നന്ദി പറയുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്, സമൃദ്ധിയുടെ അനുഗ്രഹത്തിന് നിറവ് പ്രാപിക്കുന്ന സീസണായിട്ട് ഈ സീസൺ മാറട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.